യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് അവാർഡും ബഹുമതികളുമാണ്. അപ്പൊ ഇതില് ഫിലിം അവാർഡ്സും കായിക അവാർഡ്സും ഒന്നും പറയുന്നില്ല. ബാക്കി ഈ ഫിലിം അവാർഡ്സും കായിക അവാർഡ്സും സാഹിത്യ പുരസ്കാരങ്ങളും അല്ലാത്ത മിസലേനിയസ് ആയിട്ടുള്ള പുരസ്കാരങ്ങളും ബഹുമതികളുമാണ് ഇതിൽ പറയുന്നത്. കാരണം ആ ബാക്കി മൂന്നും നമ്മൾ വേറെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇതിൽ കൂടെ മിക്സ് ആക്കുന്നില്ല. കൂടാതെ നോബൽ പ്രൈസും ഈ നാലും എന്ത് ചെയ്യുന്നില്ല, ഇതിൽ കൂടെ മിക്സ് ആക്കുന്നില്ല. അത് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് സെപ്പറേറ്റ് തന്നെ കാണുക. ഓക്കെയാണ്. അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ എന്ത് ചെയ്യാം, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചലഞ്ചർ ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള. അത് കൊടുത്തിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ അത് കഴിയുമ്പോൾ ഇതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ഇത് വഴി നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലൊക്കെ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിന് ഇങ്ങനെ ഒരു ഇത് വരും. അപ്പൊ നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം നമുക്കൊരു മൊബൈൽ നമ്പർ, നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് അത് രജിസ്റ്റർ ചെയ്ത് ആപ്പിലേക്ക് നേരെ പോകാവുന്നതാണ്. അപ്പൊ ആപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സ്ക്രീൻ കാർഡ് കാണാൻ പറ്റും. ഏതാണോ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഏതാണോ എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ എക്സാമിന് അതിന്റെ സ്ക്രീൻ കാർഡ് എടുത്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിന് ജോയിൻ ചെയ്യാവുന്നത്. കൂടാതെ നമുക്ക് ടോപ്പിക് എക്സാം, ഡെയിലി എക്സാം, കറണ്ട് അഫയേഴ്സ്, ഒത്തിരി എക്സാംസ് ഉണ്ട്, ഒത്തിരി മോക്ക് എക്സാം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് റിവിഷൻ ഒക്കെ ചെയ്യുന്നവർക്ക് കുറച്ച് എളുപ്പമായിരിക്കും. അപ്പം ഏത് എക്സാമിനാണോ നിങ്ങൾ ഇനി പ്രിപ്പയർ ചെയ്യുന്നത്, അപ്പൊ അവരെന്ത് ചെയ്യുക, ഏതാണോ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ. അപ്പൊ നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പൊ അതിന്റെ ക്ലാസ്സിന് എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് അവാർഡ്സും ബഹുമതികളാണ്. ഞാൻ വീണ്ടും പറയുന്നത്, നമ്മൾ സാഹിത്യ പുരസ്കാരങ്ങളും നൊബേൽ പ്രൈസ്, കായിക പുരസ്കാരങ്ങൾ, അങ്ങനെയുള്ള പുരസ്കാരങ്ങളൊന്നും നോക്കുന്നില്ല. കൂടാതെ ഫിലിം അവാർഡ്സ് അതെല്ലാം നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തതുകൊണ്ടാണ് നോക്കാത്ത. എല്ലാം കൂടി കൂട്ടി കുഴപ്പിച്ച് വെറുതെ കൺഫ്യൂഷൻ ആക്കേണ്ട. അതുകൊണ്ടാണ് ഇതിലൊന്നും വിടാത്ത കുറച്ച് മിസലേനിയസ് അവാർഡുകളും ബഹുമതികളാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. പ്രധാനമായിട്ടും മിസ് ഇന്ത്യ 2024 നേടിയതാണ് നോക്കുന്നത്. മിസ് ഇന്ത്യ 2024 നേടിയ നികിത പോർവാൾ. നമുക്ക് മിസ് ഇന്ത്യ, മിസ് വേൾഡ്, മിസ് യൂണിവേഴ്സ് ഒക്കെ പഠിക്കാനുണ്ട്. സോ അതുകൊണ്ട് പേരുകൾ മാറിപ്പോരുത്. മിസ് ഇന്ത്യ 2024 നേടിയതാണ് നികിത പോർവാൾ ആണ്. മധ്യപ്രദേശ് സ്വദേശിനിയാണ്. ഒക്കെയാണ്. മുംബൈയിൽ വെച്ചാണ് ഇതിന്റെ മത്സരം നടന്നത്. കൂടാതെ അടുത്ത 2024 ഭാരതരത്ന ലഭിച്ച ആൾക്കാരാണ് കേട്ടോ. ഒന്നാമത്തേത് കർപ്പൂരി താക്കൂർ, 5 പേർക്കാണ് കിട്ടിയത്. രണ്ടാമത്തത് LK അദ്വാനി, 3 PV നരസിംഹറാവു, 4 ചരൺ സിംഗ്. അപ്പൊ 5 പേർക്കാണ് ഭാരതരത്ന ലഭിച്ചത്. ഒന്നാമത് കർപ്പൂരി താക്കൂർ ആണ്, രണ്ടാമത്തത് LK അദ്വാനി, 3 PV നരസിംഹറാവു, 4 ചരൺ സിംഗ്, 5 MS സ്വാമിനാഥൻ. കർപ്പൂരി താക്കൂർ ഫോർമർ ബീഹാർ ചീഫ് മിനിസ്റ്റർ ആണ് കേട്ടോ. അതുപോലെ LK അദ്വാനി നമുക്കറിയാം ഫോർമർ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. PV നരസിംഹറാവു നമുക്കറിയാം ഫോർമർ പ്രൈം മിനിസ്റ്റർ ആണ്. അതുപോലെ തന്നെ ചൗധരി ചരൺ സിംഗ് ഫോർമർ പ്രൈം മിനിസ്റ്റർ ആണ്. MS സ്വാമിനാഥനും അതേ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ ഇത്രയും പേർക്കാണ് 2024 ഭാരതരത്ന ലഭിച്ചത്. അപ്പം ഓർത്തിരിക്കുക കേട്ടോ, 5 പേർക്കാണ് ലഭിച്ചത്. പേരും അവരുടെ ഡെസിഗ്നേഷൻ എന്തായിരുന്നു എന്നുകൂടി ഓർത്തിരിക്കുക. അടുത്തത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് 2024 ലഭിച്ചത് മിഥുൻ ചക്രവർത്തിക്കാണ് കേട്ടോ. മിഥുൻ ചക്രവർത്തിക്കാണ് 2024 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്. അടുത്ത 2024 ശാസ്ത്ര രാമാനുജൻ പുരസ്കാരം നേടിയത് അലക്സാണ്ടർ ഡൺ ആണ് കേട്ടോ. അലക്സാണ്ടർ ഡണ്ണിനാണ് രാമാനുജൻ പുരസ്കാരം കിട്ടിയത്. രാമാനുജൻ ഒരു ഗണിത ശാസ്ത്രജ്ഞനാണ്, നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പേരിലുള്ള 2024 ശാസ്ത്ര രാമാനുജൻ പുരസ്കാരം ലഭിച്ചത് അലക്സാണ്ടർ ഡൺ ആണ്. അതുപോലെ ഇനി നമ്മൾ മിസ് ഇന്ത്യ പഠിച്ചു. അതുപോലെ ഇനി മിസ് യൂണിവേഴ്സ് ഇന്ത്യ, നമ്മൾ മിസ് യൂണിവേഴ്സ് പഠിക്കാം. മിസ് യൂണിവേഴ്സ് 2024 വിക്ടോറിയ കജർ തിവിൽവിംഗ് ആണ്. അത് മിസ് യൂണിവേഴ്സ് ആണ്. അതിൽ തന്നെ എന്ത് തെരഞ്ഞെടുക്കും, മിസ് യൂണിവേഴ്സ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറിയിൽ തെരഞ്ഞെടുക്കും. അതാ റിയ സിൻഹയാണ്. ഓക്കെ, റിയ സിൻഹയാണ്. മിസ് യൂണിവേഴ്സും മിസ് യൂണിവേഴ്സ് ഇന്ത്യയും തമ്മിൽ മാറിപ്പോരുത്. മിസ് യൂണിവേഴ്സ് ഒരാളാണ്. അപ്പൊ മിസ് യൂണിവേഴ്സും മിസ് യൂണിവേഴ്സ് ഇന്ത്യയും തമ്മിൽ മാറിപ്പോരുത്. മിസ് യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ വിക്ടോറിയ ഇതാണ്. ഇതിൽ തന്നെ അവരെന്ത് ചെയ്യും, ഓരോ രാജ്യത്തെ പ്രത്യേകമായിട്ട് തെരഞ്ഞെടുക്കുന്നതിൽ എടുക്കുന്നതാണ് മിസ് യൂണിവേഴ്സ് ഇന്ത്യ എന്നുള്ളത്. അത് നമ്മൾ പഠിച്ചിരിക്കുക. റിയ സിൻഹയാണ്. അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചത് മിസ് ഇന്ത്യയാണ്. അടുത്തത് IOCയുടെ ഒളിമ്പിക് ഓർഡർ ലഭിച്ചത് അഭിനവ് ബിന്ദ്രയാണ്. ഓക്കെ, നമ്മൾ ഒളിമ്പിക്സിനെ പറ്റി പഠിച്ചപ്പോൾ അത് പറഞ്ഞിരുന്നു. IOCയുടെ ഒളിമ്പിക് ഓർഡർ ലഭിച്ചത് ആർക്കാണ്, അഭിനവ് ബിന്ദ്രയ്ക്കാണ്. അഭിനവ് ബിന്ദ്ര ആദ്യമായിട്ട് നമുക്ക് എന്തത് വ്യക്തിഗത സ്വർണ്ണ മെഡൽ ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ നേടിത്തന്ന ആളാണ് അഭിനവ് ബിന്ദ്ര. അദ്ദേഹത്തിനാണ് IOCയുടെ ഇന്ത്യൻ ഒളിമ്പിക് ഓർഡർ എന്ന് പറയുന്ന ഒരു പരമോന്നതമായ ബഹുമതി ലഭിച്ചത് അഭിനവ് ബിന്ദ്രയ്ക്കാണ്. ഓർത്തിരിക്കുക.
അടുത്ത വിറ്റ്ലി ഗോൾഡ് അവാർഡ് കിട്ടിയത് പൂർണിമ ദേവി ബർമൻ ആണ്. പൂർണിമ ദേവി ബർമൻ. നാഷണൽ അവാർഡ് നേടിയത് 2024 ഋഷഭ് ഷെട്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ചലച്ചിത്ര അവാർഡുകൾ ഫുൾ നാഷണൽ അവാർഡും സംസ്ഥാന അവാർഡും വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഒരു പറഞ്ഞതേ ഉള്ളൂ, മെയിൻ ആയതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. വിറ്റ്ലി ഗോൾഡ് അവാർഡ് 2024 പൂർണിമ ദേവി ബർമൻ ആണ്. നാഷണൽ അവാർഡ് മികച്ച നടൻ 2024 ഋഷഭ് ഷെട്ടിയാണ്. കാന്താരയ്ക്കാണ് കിട്ടിയത്. അതുപോലെ നെൽസൺ മണ്ടേല ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയത് വിനോദ് ഗണത്രയാണ്. നെൽസൺ മണ്ടേല ലൈഫ് ടൈം അച്ചീവ്മെന്റ് നേടിയത് ആരാണ്? വിനോദ് ഗണത്രയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിലുള്ള MS സ്വാമിനാഥൻ അവാർഡ് 2024 നേടിയത് ആരെച്ചാൽ അനന്ത് ദർശൻ ശങ്കർ ആണ്. ആരാണ്? അനന്ത് ദർശൻ ശങ്കർ ആണ്. അപ്പൊ നെൽസൺ മണ്ടേല ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയത് ആരാണ്? വിനോദ് ഗണത്രയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിലുള്ള അവാർഡ് MS സ്വാമിനാഥൻ. നമ്മൾ MS സ്വാമിനാഥന് ഭാരതരത്ന കിട്ടിയത് പഠിച്ചു അല്ല. അപ്പൊ MS സ്വാമിനാഥൻ അവാർഡ് നേടിയ 2024 നേടിയത് ആരെന്ന് ചോദിച്ചാൽ അനന്ത് ദർശൻ ശങ്കർ ആണ്. അതുപോലെ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് 2024 രണ്ടുപേർക്കാണ്. രവി ശാസ്ത്രിക്കും ഫാറൂഖ് എഞ്ചിനീയറിനും. രവി ശാസ്ത്രിക്കും ഫാറൂഖ് എഞ്ചിനീയറിനുമാണ് കിട്ടിയത്. ഏതാണ് കിട്ടിയത്? CK നായിഡു ലൈഫ് അച്ചീവ്മെന്റ് അവാർഡാണ്. ഓക്കെയാണ്. അടുത്ത IAF വേൾഡ് സ്പേസ് അവാർഡ് കിട്ടിയിരിക്കുന്നത് S സോമനാഥിനാണ്. അദ്ദേഹം ISRO ചെയർമാൻ ആണ്. ഇപ്പൊ ISRO ചെയർമാൻ മാറുന്നുണ്ട്, വി നാരായണനായിട്ട് മാറുന്നുണ്ട്. നമ്മളത് പിന്നെ പഠിക്കും. ഇപ്പൊ കറന്റ് 2024 കിട്ടിയത് ആർക്കെന്ന് വെച്ചാൽ S സോമനാണ്, ISRO ചെയർമാൻ ആണ്. 2024 ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് അമിതാഭ് ബച്ചൻ ആണ്. അപ്പൊ IAF വേൾഡ് സ്പേസ് അവാർഡ് കിട്ടിയത് S സോമനാഥാണ്, ISRO ചെയർമാൻ ആണ്. അതുപോലെ 2024 ലതാ മങ്കേഷ്കർ അവാർഡ് ലഭിച്ചത് അമിതാഭ് ബച്ചൻ ആണ്. അടുത്ത് തിമോർ ലെസ്റ്റയുടെ ഉയർന്ന സിവിലിയനായ ഗ്രാൻഡ് കോളർ ഓഫ് ദ ഓർഡർ ലഭിച്ചത് ആർക്ക്? ദ്രൗപദി മുർമു. തിമോർ ലെസ്റ്റ എന്ന് പറയുന്ന ഒരു രാജ്യമാണ് കേട്ടോ. അതിന്റെ ഉയർന്ന സിവിലിയൻ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കോളർ ഓഫ് ദ ഓർഡർ ലഭിച്ചത് ആർക്കാണ്? രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനാണ്. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പുരസ്കാരമാണ് രമൺ മക്സസെ അവാർഡ് എന്ന് പറയുന്നത്. അത് 2024 ലഭിച്ചത് മിയാസാക്കി ഹയോവ കേട്ടോ, ജപ്പാനാണ്. മിയാസാക്കി ഹയോവ എന്ന് പറഞ്ഞ ഒരാൾക്കാണ്, ജപ്പാനിലുള്ള ആളാണ്. രമൺ മക്സസെ അവാർഡ് ഓർത്തിരിക്കുക, അത് ചോദിച്ചിട്ടുണ്ട്. രമൺ മക്സസെ അവാർഡ് മിയാസാക്കി ഹയോവയാണ് കിട്ടിയത്. അടുത്തതുപോലെ തന്നെ പരമോന്നത ശാസ്ത്ര പുരസ്കാരമായ വിജ്ഞാൻ രത്ന പുരസ്കാരം ലഭിച്ചത് ഗോവിന്ദരാജൻ പത്മനാഭൻ. എന്താണ്? പരമോന്നത ശാസ്ത്ര പുരസ്കാരമായ വിജ്ഞാൻ രത്ന പുരസ്കാരം, പ്രഥമ വിജ്ഞാൻ രത്ന പുരസ്കാരമാണ്. അത് ലഭിച്ചത് ഗോവിന്ദരാജൻ പത്മനാഭനാണ്. ഓക്കെയാണ്. ശാസ്ത്ര പുരസ്കാരമാണ് കേട്ടോ, ആദ്യമായിട്ട് കൊടുത്തതാണ്. അതുപോലെ ഇനി പഠിക്കുന്നത് നമ്മൾ മിസ് ഇന്ത്യ പഠിച്ചു, മിസ് വേൾഡ്, മിസ് യൂണിവേഴ്സ് പഠിച്ചു. ഇനി പഠിക്കുന്നത് മിസ് വേൾഡ് ആണ്. ഓക്കെ. മിസ് വേൾഡ് 2024 ക്രിസ്റ്റീന പിച്കോവ എന്നാണ്. ക്രിസ്റ്റീന പിച്കോവ എഴുതുമ്പോ വേറെ ഇംഗ്ലീഷിൽ എഴുതുമ്പോ ഇങ്ങനെയല്ല, പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അറിയില്ല. ക്രിസ്റ്റീന പിച്കോവ എന്ന് പഠിച്ചു വെക്കുക. ചെക്ക് റിപ്പബ്ലിക് സ്വദേശിനിയാണ് ക്രിസ്റ്റീന പിച്കോവ. മിസ് വേൾഡ് ആണ് കേട്ടോ. ഈ നമ്മൾ 3 പഠിച്ചിട്ടുണ്ട്. മിസ് വേൾഡ്, മിസ് ഇന്ത്യ, മിസ് യൂണിവേഴ്സ് എല്ലാം കൂടി മാറിപ്പോയത്. കൂടാതെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മിസ് ഇന്ത്യ വേൾഡ് വൈഡും കൂടി പഠിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടെ മാറിപ്പോവരുത്. മിസ് വേൾഡ് ക്രിസ്റ്റീന പിച്കോവ, ചെക്ക് റിപ്പബ്ലിക്കിലാണ്. മിസ് ഇന്ത്യ വേൾഡ് വൈഡ് 2024 ധ്രുവി പട്ടേൽ. ആരാണ്? ധ്രുവി പട്ടേൽ. മിസ് ഇന്ത്യ വേൾഡ് വൈഡ് 2024 ധ്രുവി പട്ടേൽ. മിസ് വേൾഡ് എന്ന് പറയുമ്പോൾ ക്രിസ്റ്റീന പിച്കോവയാണ്. 77ാമത് കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടിയ ഇന്ത്യൻ സിനിമ, ആദ്യമായിട്ടാണ് ഇന്ത്യൻ സിനിമ കിട്ടുന്നത്. ഓൾ വി ഇമാജിനസ് ലൈറ്റ്. ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കാണ് 77th കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് കിട്ടുന്നത്. അപ്പോ ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടിയ ഇന്ത്യൻ സിനിമയുടെ പേരാണ് ഓൾ വി ഇമാജിനസ് ലൈറ്റ്. അപ്പൊ ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ ഡയറക്ടർ പായൽ കബാഡിയാണ്. അപ്പൊ വേൾഡ് ക്രാഫ്റ്റ് സിറ്റി സർട്ടിഫിക്കറ്റ് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ ശ്രീനഗറിനാണ് കേട്ടോ. ശ്രീനഗറിനാണ് കിട്ടിയത്. അപ്പം 77ാമത് കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ സിനിമയാണ് ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്ന് പറയുന്നത്. വേൾഡ് ക്രാഫ്റ്റ് സിറ്റി സർട്ടിഫിക്കറ്റ് ലഭിച്ചത് ശ്രീനഗറിനാണ്. അതുപോലെ 12ാമത് വിശ്വ ഹിന്ദി സമ്മാൻ കിട്ടിയത് ഡോക്ടർ ഉഷ താക്കൂർ ആണ്. 12th വിശ്വ ഹിന്ദി സമ്മാൻ കിട്ടിയത്. നമ്മൾ ഈ സരസ്വതി സമ്മാൻ പോലെയൊക്കെ വിശ്വ ഹിന്ദി സമ്മാൻ, സാഹിത്യ പുരസ്കാരങ്ങള്, സരസ്വതി സമ്മാൻ ഒക്കെ ജ്ഞാനപീഠം എല്ലാം വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത പെൻ പിന്റർ പ്രൈസ് 2024 ലഭിച്ചത് ആർക്കാണ്? അരുന്ധതി റോയ്ക്കാണ്. പെൻ പിന്റർ പ്രൈസ് 2024 ലഭിച്ചത് അരുന്ധതി റോയ്ക്കാണ് കേട്ടോ. അപ്പൊ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 2024 ലഭിച്ചത് ആർക്കാണ്? ജെന്നി എർപ്പൻ ബെക്ക്.
ജർമ്മൻ സ്വദേശിയാണ്. കൈറോസ് എന്ന് പറയുന്ന വർക്കിനാണ് കിട്ടിയത്. അവരുടെ നോവലായ കൈറോസ് എന്ന് പറയുന്ന വർക്കിനാണ് കിട്ടിയത്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആണ്. അപ്പൊ ബുക്കർ പ്രൈസ് ഓർത്തിരിക്കുക. ഇതിൽ ഒരുവിധം ഇന്റർനാഷണൽ അവാർഡുകളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പം ഇന്റർനാഷണൽ അവാർഡുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം നമ്മൾ രമൺ മഗ്സസെ പഠിച്ചിട്ടുണ്ട്, രാമാനുജൻ അവാർഡ്, അങ്ങനെ ഒരുപാട് അവാർഡുകൾ പഠിച്ചു. അപ്പൊ ഇതിൽ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജെന്നി എർപ്പൻ ബെക്ക് ആണ്. അവരുടെ വർക്ക് എന്ന് പറയുന്നത് കൈറോസ് എന്ന് പറയുന്നതാണ്. അടുത്ത ആബേൽ പ്രൈസ് 2024 മൈക്കൽ തലാഗ്രാൻഡ് ആണ്. ഇതൊരു മാത്തമാറ്റിക്സിന് കൊടുക്കുന്ന അവാർഡാണ്. ഇദ്ദേഹം ഒരു ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞനാണ്. ഓക്കെയാണ്, ഇദ്ദേഹം ഒരു ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞനാണ്. അപ്പൊ അബേൽ പ്രൈസ് എന്തിനാണ് കൊടുക്കുന്നത്? മാത്തമാറ്റിക്സിന് വേണ്ടിയിട്ടാണ്, ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ടാണ് കൊടുക്കുന്നത്. കിട്ടിയത് ആർക്കാണ്? മൈക്കൽ തലാഗ്രാൻഡ് ആണ്. ഓക്കെ, അപ്പൊ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് പഠിച്ചു. വിശ്വ ഹിന്ദി സമ്മാൻ ഉണ്ട്, പെൻ ടിൻഡർ പ്രൈസ് ഉണ്ട്, ബുക്കർ പ്രൈസ് ഉണ്ട്, ആബേൽ പ്രൈസ് ഉണ്ട്, രമൺ മഗ്സസെ അവാർഡ് ഉണ്ട്. അടുത്ത പത്മ അവാർഡ്സ് ആണ്. 2024 പത്മ അവാർഡ്സ് കിട്ടിയത് 132 പേർക്കാണ് മൊത്തത്തിൽ കിട്ടിയത്. അതിൽ പത്മവിഭൂഷൺ എന്ന് പറയുന്നത് 5 പേർക്കും, പത്മഭൂഷൺ 17, പത്മശ്രീ 110. അപ്പൊ നമുക്ക് പത്മവിഭൂഷൺ എങ്കിലും ആർക്കൊക്കെ കിട്ടിയെന്ന് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ബാക്കി 17, 110 എന്തായാലും പത്മശ്രീ എന്തായാലും നമുക്ക് മനസ്സിലിരിക്കില്ല. അതിൽ കേരളത്തിൽ നിന്ന് കിട്ടിയവരെ വേണമെങ്കിൽ നമുക്ക് പഠിച്ചു വെക്കാവുന്നതേ ഉള്ളൂ. പത്മവിഭൂഷൺ എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ 132 പേർക്കാണ് പത്മ അവാർഡ്സ് കിട്ടിയത്. പത്മവിഭൂഷൺ 5 പേർക്ക്, പത്മഭൂഷൺ 17, പത്മശ്രീ 110 പേർക്കാണ് കിട്ടിയത്. പത്മഭൂഷൺ കിട്ടിയത് വൈജയന്തിമാല, ചിരഞ്ജീവി, വെങ്കയ്യ നായിഡു, ബിന്ദേശ്വർ പതക്, പത്മ സുബ്രഹ്മണ്യം. ഈ 5 പേർക്കാണ് പത്മവിഭൂഷൺ കിട്ടിയത്. ആർക്കൊക്കെയാണ്? വൈജയന്തിമാല, ചിരഞ്ജീവി നമുക്കറിയാം, തെലുങ്ക് സിനിമയിലുള്ളതാണ്. അടുത്ത വെങ്കയ്യ നായിഡു, ബിന്ദേശ്വർ പതക് പോസ്റ്റുമസ് ആയിട്ടും കൊടുക്കാറുണ്ട്, അതാണ് ഈ സ്റ്റാർ ഇട്ടയക്കുന്നത്. പിന്നെ കിട്ടിയിരിക്കുന്നത് പത്മ സുബ്രഹ്മണ്യത്തിനാണ് കേട്ടോ. പിന്നെ പത്മവിഭൂഷൺ ഒരു 17 പേർക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ 9 എണ്ണം പോസ്റ്റുമസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ആ 17 പേരുടേതും പഠിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പഠിക്കാം. എന്തായാലും പത്മവിഭൂഷൺ 5 പേരുടേതും പഠിച്ചു വെച്ചിരിക്കുക. വൈജയന്തിമാല, ചിരഞ്ജീവി, വെങ്കയ്യ നായിഡു, ബിന്ദേശ്വർ പതക്, പത്മ സുബ്രഹ്മണ്യം, ഈ 5 പേരുടെ പേര് എന്തായാലും പഠിച്ചു വെച്ചിരിക്കുക. പത്മശ്രീ കേരളത്തിൽ കിട്ടിയവർക്ക് മാത്രം പഠിച്ചാൽ മതിയായിരിക്കും. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. മെയിൻ ആയിട്ടുള്ള അവാർഡും ബഹുമതികളും ഇത്രയാണ്. ഒരുപാട് ഇന്റർനാഷണൽ പ്രൈസുകളാണ് ഇതിൽ കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, അത് നന്നായിട്ട് പഠിക്കുക. ബാക്കി അവാർഡ്സ്, സാഹിത്യ പുരസ്കാരങ്ങളുണ്ട്, ഫിലിം അവാർഡ്സ്, പിന്നെന്താണ് നൊബേൽ പ്രൈസ്, കായിക പുരസ്കാരങ്ങൾ, ഇത് സെപ്പറേറ്റ് പഠിക്കുക. ബാക്കിയുള്ള മിസലേനിയസ് അവാർഡും ബഹുമതികളാണ് നമ്മൾ ഇതിൽ പഠിച്ചത്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഇനി അടുത്ത 10th പ്രിലിംസിന്റെ സ്റ്റേജിലുള്ളവരും ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ എന്താണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അപ്പം അതിന് വേണ്ടിയിട്ട് വളരെ നന്നായിട്ട് പഠിക്കണം. കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, നിങ്ങൾക്കറിയാം. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഏത് കോഴ്സാണോ പഠിക്കുന്നത് അതിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.